ലൂക്ക മോഡ്രിച്ച് പലരുടെയും ഒരു ഇൻസ്പിറേഷനാണ്. നല്ല വിറ്റിനിയും പറയുന്നുണ്ട് എൻ്റെ റോൾ മോഡലാണെന്നൊക്കെ. അപ്പോൾ ഇത് ഏതാണ്ടൊരു കൺക്ലൂഷൻ പോലെ ചോദിക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തിന് സാർ അപ്പോൾ ഉത്തരം പറയാതെ പോയതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. അതായത് ഇതിലാരും മടങ്ങും? രണ്ടുപേർക്കും 40 വയസ്സ് കഴിഞ്ഞു. രണ്ടുപേർക്കും വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. ലൂക്ക മോഡ്രിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒരു തവണ കളിച്ചിട്ടുണ്ട്, 2018-ലാണത്. ഇതുവരെ ക്രിസ്ത്യാനോ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടില്ല. ഇന്നൊരു ലെജൻഡിൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരമായിരിക്കും. അതാരുടേതാവും? അതായത് ഞാൻ ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത് ഇന്നത്തെ കളിയുടെ റിസൾട്ടാണ്. ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ അഡ്വാൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. കാരണം പോർച്ചുഗൽ നല്ല ടീമാണ്, നല്ലൊരു സ്ക്വാഡാണ്. അപ്പോൾ അവർ നിലനിൽക്കണം. അതെ നിലനിൽക്കണം. ഇപ്പോൾ ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിൻ്റെ ഒരു സെമി ഫൈനലിൽ കളിച്ച ടീമാണ്, ഫൈനലിലെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നോക്കൗട്ട് എക്സ്പീരിയൻസുകൾ തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനേക്കാൾ ക്രൊയേഷ്യക്കാണ് ആ സ്റ്റേജുകളൊക്കെ കടന്നു പോയിട്ടുള്ളത്. ജസ്റ്റിൽ ഇന്ന് പോർച്ചുഗൽ ഒരു നേരിയ മാർജിനെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കളി എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവോ, ഷൂട്ട് ഔട്ട് ആവുമോ, അതല്ല 90 മിനിറ്റ് തീരുമാനമാവുമോ? ക്രൊയേഷ്യയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പക്ഷേ ഷൂട്ട് ഔട്ടിലേക്ക് നീട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഷൂട്ടൗട്ടിൽ നീട്ടിയാൽ ചിലപ്പോൾ ഷൂട്ട് ഔട്ടിൽ മത്സരം നിർണ്ണയിക്കപ്പെടാം, ഒക്കെ സാധ്യത ഉണ്ട്. കഴിഞ്ഞ തവണ ബ്രസീലിനെ അവർ പരാജയപ്പെടുത്തിയത് ഷൂട്ട് ഔട്ടിലായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോർച്ചുഗൽ ജയിക്കും, മുന്നോട്ട് പോകുന്നുള്ളതാണ് സാറിൻ്റെ ഒരു പ്രതീക്ഷ. ഞാനും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഈ ഒരു ഓളം ഇതേപോലെ നിലനിൽക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ടീമുകളൊന്നും മുന്നോട്ട് പോയില്ലെങ്കിൽ അതിപ്പോൾ ബ്രസീൽ, അർജന്റീന, അതെ ആ ഒരു ഓളം പോവും, നമ്മുടെ നാട്ടിൽ തന്നെ ഓളം പോവും. ഇപ്പോൾ ജർമ്മനിയുടെ പതാക അഴിച്ചു കൊണ്ടുപോകണ റീലൊക്കെ കണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ സങ്കടകരമായിരിക്കും. നമുക്കിവിടെ കളിയുടെ ഓളം ഇങ്ങനെ നിൽക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഏതായാലും പോർച്ചുഗൽ മികച്ച ടീമുണ്ട്, ഒരു സംശയവും വേണ്ട. ഇന്ന് അവരുടെ ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള പെർഫോമൻസ് എടുത്ത് വിജയിച്ച് കയറും എന്ന് തന്നെ കരുതാം.